സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും എന്നത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അൻ അബീ ദർരിൻ അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല യൗമൻ, അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിച്ചു, അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു, അതദറൂന ഐന തദ്ഹബു ഹാദിഹി ശംസ്, നിങ്ങൾക്കറിയാമോ ഈ സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഖാലു, അവർ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹുവിനും റസൂലിനുമാണ് അതിനെ സംബന്ധിച്ച് കൂടുതൽ അറിയാവുന്നത്. ഖാല, അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ഹാദിഹി തജ്രി ഹത്താ തൻതഹിയ ഇലാ മുസ്തഖർരിഹാ തഹ്തൽ അർശ്, തീർച്ചയായും സൂര്യൻ സഞ്ചരിക്കുന്നത് അള്ളാഹു അതിന് നിശ്ചയിച്ച മുസ്തഖറിലേക്കാണ്. തഹ്തൽ അർശ്, അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴെ, അർശിൻ്റെ താഴ്ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു തആല സൂര്യനെ നിശ്ചയിച്ച ഒരു മുസ്തഖറുണ്ട്. അതാണ് വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. സൂര്യൻ അതിന് നിശ്ചയിച്ച മുസ്തഖറിലേക്ക് ചെന്നെത്തുന്ന അവസാന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു നിർണിത സ്ഥാനത്തേക്ക് അത് സഞ്ചരിക്കുന്നു. ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം, പ്രതാപിയും മഗാധജ്ഞനുമായ അള്ളാഹു കണക്കാക്കിയതാണത്. അപ്പോൾ ആ ഒരു മുസ്തഖറിലേക്ക് സൂര്യൻ സഞ്ചരിക്കുന്നു. അത് തഹ്തുൽ അർശ്, അർശിൻ്റെ താഴെയാണ് അതുള്ളത്. ഫതഖിറു സാജിദ, അങ്ങനെ അത് സുജൂദിൽ വീഴുന്നു. ആര്? സൂര്യൻ സുജൂദ് ചെയ്യുന്നു. ഫലാ തസാലു കദാലിക ഹത്താ യുഖാലു ലഹാ, അങ്ങനെ അത് സുജൂദിൽ തുടർന്നുകൊണ്ടേയിരിക്കും. അവസാനം അതിനോട് പറയപ്പെടും, ഇർതഫിഇ, എഴുന്നേൽക്കൂ, ഇർജിഇ മിൻ ഹൈസു ജിഅതി, നീ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ പോയിക്കോളൂ. ഫതർജിഉ ഫതുസ്ബിഹു ത്വാലിഅതൻ മിൻ മത്ലിഇഹാ, അങ്ങനെ സൂര്യൻ വീണ്ടും അത് പുറപ്പെട്ട ഭാഗത്തേക്ക് തന്നെ പോകുന്നു. അതാണ് മശ്രിഖ്, മശ്രിഖിലേക്ക് തന്നെ പോകുന്നു. അവിടെ നിന്ന് സൂര്യൻ വീണ്ടും ഉദിക്കുന്നു. ثم تجري حتى تنتهي إلى مستقرها تحت العرش فتخر ساجدة ولا تزال كذلك حتى يقال لها ارتفعي ارجعي من حيث شئت ارجعي من حيث شئت فترجع فتصبح طالعة من مطلعها. അങ്ങനെ വീണ്ടും സൂര്യൻ സഞ്ചരിക്കുന്നു. അർശിൻ്റെ താഴെ അള്ളാഹുവിൻ്റെ അടുക്കൽ വീണ്ടും സുജൂദിൽ വീഴുന്നു. അള്ളാഹു പറയുന്നു, എഴുന്നേൽക്കൂ, വീണ്ടും സഞ്ചരിക്കൂ, നീ എവിടെ നിന്നാണോ പുറപ്പെട്ടു വന്നത് അവിടേക്ക് തന്നെ പോകൂ, അഥവാ മശ്രിഖിലേക്ക് തന്നെ പോകൂ. വീണ്ടും സൂര്യൻ ഉദിക്കുന്നു. സഹോദരങ്ങളെ, സൂര്യൻ എല്ലാ ദിവസവും കൃത്യമായി മശ്രിഖിൽ ഉദിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരമാണ്. ഓരോ സന്ദർഭത്തിലും സൂര്യൻ അനുവാദം ചോദിക്കുന്നുണ്ട്. ആ അനുവാദപ്രകാരമാണ് ഇതെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ثم تجري لا يستنكر الناس منها شيئا حتى تنتهي إلى مستقرها ذاك تحت العرش فيقال لها ارتفعي أصبحي طالعة من مغرب. എന്നാൽ മറ്റൊരു ദിവസം സൂര്യൻ സഞ്ചരിക്കും. മനുഷ്യർക്കാർക്കും ഒരു നിലക്കും ഒരു അപരിചിതത്വവും തോന്നാത്ത രൂപത്തിൽ സൂര്യൻ സഞ്ചരിക്കും. അങ്ങനെ വീണ്ടും അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദിൽ വീഴും. അപ്പോൾ അള്ളാഹു പറയും, ഇർതഫിഇ അസ്ബഹി ത്വാലിഅതൻ മിൻ മഗ്രിബിക്, ഇനി നീ എവിടെ നിന്നാണ് വരേണ്ടത്, മഗ്രിബിൽ നിന്ന് നിന്റെ മഗ്രിബിൽ നിന്ന് നീ പുറപ്പെട്ടു വരണം എന്ന് സൂര്യനോട് പറയും. അന്ന് സൂര്യൻ കിഴക്കോട്ട് പോകേണ്ടതിനു പകരം അള്ളാഹു പറയുന്നത് നീ മഗ്രിബിൽ നിന്ന് വരണം എന്നാണ്. ഫതുസ്ബിഹു ത്വാലിഅതൻ മിൻ മഗ്രിബിഹാ, അങ്ങനെ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, അതദറൂന മതാ ദാകും, എപ്പോഴായിരിക്കും അത് സംഭവിക്കുകയെന്ന് നിങ്ങൾക്കറിയാമോ? ദാക ഹീന ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബ്ലു ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ, മനുഷ്യർക്ക് അവരുടെ വിശ്വാസം ഉപകാരപ്പെടാത്ത, ആ അടയാളം പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് വിശ്വാസം സ്വീകരിച്ചവർക്കല്ലാതെ ഉപകാരപ്പെടാത്ത ആ ഒരു ദിവസം, അന്നാണിത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രവാചകന്റെ ഹദീസ് വളരെ കൃത്യമായി നമുക്ക് വ്യക്തമാക്കി തരുന്നത്, സൂര്യൻ അള്ളാഹു നിശ്ചയിച്ച നിർണിതമായൊരു തഖ്ദീർ അനുസരിച്ചാണ് സഞ്ചരിക്കുന്നത്. ഓരോ ദിവസവും അത് സഞ്ചരിക്കുകയും അർശിൻ്റെ താഴെയുള്ള
നമുക്കറിയില്ല. അർശിൻ്റെ താഴെ എന്നാണ് പറഞ്ഞത്. അതെവിടെയാണ് നമുക്കതിനെ സംബന്ധിച്ച് കൃത്യമായി അറിയില്ല. സൂര്യന് സുജൂദിൽ വീഴുന്നു. സൂര്യന് സുജൂദ് ചെയ്യുമോ? പരിശുദ്ധ ഖുർആൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ചില ആളുകൾ സൂര്യന് സുജൂദ് ചെയ്യും എന്ന് പറയുന്നത് കൊണ്ട് ആ ഹദീസ് സ്വീകാര്യയോഗ്യമല്ല എന്ന് പറഞ്ഞു. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ സൂര്യൻ സുജൂദ് ചെയ്യുമെന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അത് ഈ ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലതാനും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലം തറ, മനുഷ്യരെ നിങ്ങൾ കണ്ടില്ലേ, അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. അവർ മാത്രമാണോ? അല്ല. വശംസു, സൂര്യനും, വൽ ഖമറു, ചന്ദ്രനും, വന്നുജൂമു, നക്ഷത്രങ്ങളും, വൽ ജിബാലു, പർവ്വതങ്ങളും, വശജറു, മരങ്ങളും, വദ്ദവാബു, ജീവജാലങ്ങളും, വകസീറും മിനന്നാസ്, മനുഷ്യരിൽ വളരെ വലിയൊരു സംഘവും, വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ്, വളരെ വലിയൊരു സംഘത്തിൻ്റെ മേൽ ശിക്ഷ സ്ഥിരപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇത് സൂറത്തുൽ ഹജ്ജിലെ 18-ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ ആകാശങ്ങളിലുള്ള മലക്കുകളും ഭൂമിയിലുള്ളവരും എല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ആരൊക്കെ? സൂര്യന് സുജൂദ് ചെയ്യുന്നു, ചന്ദ്രന് സുജൂദ് ചെയ്യുന്നു, നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്യുന്നു. അപ്പോൾ മനുഷ്യർ, ചില ആളുകൾ വിചാരിച്ചത് സുജൂദ് എന്ന് പറഞ്ഞാൽ നാം ചെയ്യുന്നത് പോലെയുള്ള സംഗതിക്കാണ് സുജൂദ് എന്ന് പറയുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ സുജൂദ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ കീഴ്വണക്കവും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മുന്നിലുള്ള കീഴ്പ്പെടലുമാണ്. അത് ഏതു രൂപത്തിലുമാകാം. എന്നാൽ മറ്റു ജീവജാലങ്ങൾ എങ്ങനെ സുജൂദ് ചെയ്യുന്നു എന്നത് നമുക്കറിയാത്തൊരു കാര്യമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തു പറഞ്ഞതാണ്. എന്നിരിക്കെ അത്തരം വിഷയത്തിലുള്ള ഹദീസുകളെ തള്ളിക്കളയേണ്ടതില്ല, ദുർവ്യാഖ്യാനിക്കേണ്ടതില്ല. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ ആ നിലക്ക് ദുർവ്യാഖ്യാനിക്കേണ്ടതില്ല. പരിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 44-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർദു വമൻ ഫീഹിൻ, 7 ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവർ മുഴുവൻ അല്ലാഹുവിന് തസ്ബീഹ് ചെയ്യുന്നു. വ ഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന് പറയാത്ത ഒരു വസ്തുവും പ്രപഞ്ചത്തിലില്ല. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, പക്ഷേ നിങ്ങൾക്ക് അവരുടെ തസ്ബീഹ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. സൂര്യൻ എങ്ങനെ തസ്ബീഹ് ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു? നക്ഷത്രങ്ങളും ചന്ദ്രനും ജീവജാലങ്ങളുമൊക്കെ എങ്ങനെയാണ് തസ്ബീഹ് ചെയ്യുന്നത്, സുജൂദ് ചെയ്യുന്നത് എന്ന് നമുക്കാർക്കും അറിയില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് അല്ലാഹു പറയുന്നു. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, മനുഷ്യന് വളരെ കുറഞ്ഞ അറിവേ ഉള്ളൂ. അദൃശ്യമറിയാനുള്ള കഴിവ് അവന് നൽകപ്പെട്ടിട്ടില്ല. വളരെ പരിമിതമായ അറിവ് മാത്രമേ മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ളൂ. എന്തിനേറെ പറയണം, നമ്മുടെ ചുറ്റിലും ജീവിക്കുന്ന പല ജീവികളും കാണുന്നത് പോലും നമുക്ക് കാണാൻ കഴിയില്ല. കോഴിക്ക് കാണാൻ പറ്റുന്ന പലതും നമുക്ക് കാണാൻ കഴിയില്ല. അതേപോലെ തന്നെ പൂച്ചകൾക്കോ നായകൾക്കോ വവ്വാലുകൾക്കോ അതേപോലെയുള്ള മറ്റു ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അവർ കാണുന്നതൊന്നും തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്ന പല ജീവികളും കാണുന്നത് മനുഷ്യരായ നമുക്ക് കാണാൻ കഴിയില്ല. എന്നിരിക്കെ ഇതേപോലെയുള്ള വിഷയങ്ങളെല്ലാം നാം കാണുന്നില്ല എന്നതുകൊണ്ട്, അതിൻ്റെ രൂപം നമുക്കറിയില്ല എന്നതുകൊണ്ട് അതിനെയൊക്കെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വിഡ്ഢിത്തമാണ്. ഇനിയെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അത്തരം ഹദീസുകളെ തള്ളാൻ നിൽക്കേണ്ടതില്ല. അത്തരം പരാമർശങ്ങളെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കാൻ നിൽക്കേണ്ടതില്ല. സൂര്യൻ എന്നും അത് സഞ്ചരിക്കുന്നു. അള്ളാഹു നിശ്ചയിച്ച പാതയിലൂടെ അള്ളാഹു നിശ്ചയിച്ച സ്ഥാനത്തെത്തിയാൽ അത് സുജൂദിൽ വീഴുന്നു. അള്ളാഹുവിനോട് അനുവാദം ചോദിക്കുന്നു. വീണ്ടും അത് ഉദിക്കുന്നു കിഴക്ക് തന്നെ. എന്നാൽ ഒരിക്കൽ അള്ളാഹു അതിനോട് പറയുന്നത് നീ പടിഞ്ഞാറ് നിന്ന് ഉദിക്കണമെന്നാണ്. അങ്ങനെ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ലോകാവസാനത്തിൻ്റെ വലിയ അടയാളങ്ങളുടെ 1-ാമത്തെ അടയാളമായി. എന്ന് പറഞ്ഞാൽ ഈമാൻ സ്വീകരിക്കപ്പെടാത്ത 2-ാമത്തെ ഘട്ടത്തിലെ 1-ാമത്തെ അടയാളമാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക എന്നത്. കാരണം ഉലമാക്കൾ പരിശുദ്ധ ഖുർആനിലെ മറ്റു ചില വചനങ്ങളുടെ പിൻബലത്തോടുകൂടി എന്തുകൊണ്ടാണ് തൗബയും ഈമാനും സ്വീകരിക്കാത്തത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഗാഫിറിലെ 84-85 വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലമ്മാ റഅൗ ബഅസന, നമ്മുടെ ശിക്ഷ അവർ കണ്ണുകൊണ്ട് കാണുമ്പോൾ, എന്ന് പറഞ്ഞാൽ പൂർവികരായ സമൂഹവും ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളുമൊക്കെ അള്ളാഹുവിൻ്റെ വല്ല ശിക്ഷയും വന്നുകൊണ്ട് അവർ മരണത്തെ മുഖാമുഖം കാണുന്ന സന്ദർഭത്തിൽ ഇനി ഒരു രക്ഷയുമില്ല, മരിക്കുമെന്നുറപ്പായി. അപ്പോൾ അവർ പറയും, ഖാലു ആമന്ന ബില്ലാഹി വഹ്ദഹു, ഏകനായ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു.
വകഫർന ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ, ഞങ്ങൾ അവനിൽ എന്തൊന്നിനെയാണോ പങ്കു ചേർത്തിരുന്നത് അത്തരം പ്രവർത്തനങ്ങളെയും പങ്കു ചേർത്തതിനെയുമെല്ലാം ഞങ്ങൾ നിഷേധിക്കുന്നു. ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾ തൗഹീദുള്ളവരാണ്, ഏകനായ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തൗഹീദ് പ്രഖ്യാപിക്കുന്നതാണ്. എല്ലാ മനുഷ്യരും തൗഹീദ് ഉൾക്കൊള്ളാത്ത മുഴുവൻ ആളുകളും മരിക്കുന്ന സന്ദർഭത്തിൽ പറയും ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തുമ്പോൾ പറയും ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലം യകു യൻഫഉഹും ഈമാനുഹും ലമ്മാ റഅൗ ബഅസന, നമ്മുടെ ശിക്ഷ കാണുന്ന ആ സന്ദർഭത്തിൽ അവരുടെ വിശ്വാസം അവർക്ക് ഉപകാരപ്പെടുകയില്ല. സുന്നത്തല്ലാഹില്ലത്തി ഖദ് ഖലത് ഫീ ഇബാദി, ഇത് നേരത്തെ തന്നെ അള്ളാഹുവിൻ്റെ അടിമകളിൽ കഴിഞ്ഞുപോയ അള്ളാഹുവിൻ്റെ സുന്നത്താണിത്. വഖസറ ഹുനാലിക്കൽ കാഫിറൂൻ, സത്യനിഷേധികൾ അന്ന് വലിയ നഷ്ടം സംഭവിക്കുന്നവരായിരിക്കും. അപ്പോൾ ശിക്ഷ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെയുള്ള വിശ്വാസം സ്വീകരിക്കപ്പെടുകയില്ല. യഥാർത്ഥത്തിൽ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക എന്നത് എല്ലാം അവസാനിച്ചു കൊണ്ടുവരുന്ന അടയാളമാണ്. ഇനി ഒരു ചാൻസിന് അവകാശമില്ല. അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വലിയ ചില അടയാളങ്ങൾ, അഥവാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വരവ്, ദജ്ജാലിൻ്റെ വരവ്, യഅ്ജൂജ് മഅ്ജൂജിൻ്റെ വരവ്, ദുഹാനിൻ്റെ പ്രത്യക്ഷപ്പെടലൊക്കെ മനുഷ്യൻ്റെ കണ്ണ് തുറപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ മശ്രിഖിലും മഗ്രിബിലും ജസീറത്തുൽ അറബിലും ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ, അതിനുശേഷവും വിശ്വസിക്കാനുള്ള ചാൻസ് അള്ളാഹു അവശേഷിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും വിശ്വസിക്കാത്ത ആളുകൾ അവരുടെ അവസാന ചാൻസും നഷ്ടപ്പെടുന്നതാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതോടുകൂടി. അത് പൂർവികരായ ആളുകൾക്ക് ശിക്ഷ വന്നെത്തിയപ്പോൾ അവർ വിശ്വസിക്കുന്നതിന് തുല്യമാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുമ്പോൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ മലക്കുൽ മൗത്തിനെ കാണുമ്പോൾ ഒരാൾ വിശ്വസിക്കുന്നതിന് തുല്യമാണത് എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബീ മൂസ അശ്അരി റളിയല്ലാഹു തആല അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ കൈകളെ നീട്ടിയിട്ടിരിക്കുന്നു രാത്രിയിൽ. എന്തിനാണത്? പകൽ സമയത്ത് തെറ്റ് ചെയ്യുന്ന ആളുകൾ പശ്ചാത്തപിക്കുകയാണെങ്കിൽ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ, അവരുടെ തൗബ സ്വീകരിക്കാൻ അള്ളാഹു കൈ നീട്ടിയിരിക്കുന്നു എന്നാണ്. അതേപോലെ തന്നെ വയബ്സുതു യദഹു ബിന്നഹാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല പകൽ സമയത്തും അവൻ്റെ കൈ നീട്ടിയിരിക്കുന്നു. ലിയതൂബ മുസീഉൽ ലൈൽ, രാത്രിയിൽ തെറ്റ് ചെയ്ത് തൗബ ചെയ്യുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി. ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ, എന്നാൽ സൂര്യൻ മഗ്രിബിൽ നിന്ന് പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ, അങ്ങനെ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ തൗബ സ്വീകരിക്കുന്നതല്ല. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അൻ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഖാല സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തൻഖതിഉൽ ഹിജ്റ ഹത്താ തൻഖതിഅ തൗബ, തൗബ മുറിയുന്നതുവരെ ഹിജ്റയും മുറിയുന്നില്ല, ഹിജ്റ നിന്നു പോവുകയില്ല. വലാ തൻഖതിഉ തൗബ ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ, അതേപോലെ തന്നെ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ അതുവരെ തൗബയും മുറിഞ്ഞു പോകുന്നതല്ല. എന്ന് പറഞ്ഞാൽ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചാൽ തൗബയുടെ വാതിലും അടയപ്പെടും, തൗബ പിന്നീട് സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക എന്ന വമ്പിച്ചതായ ഒരു വിപത്ത് വരാനിരിക്കും. നമുക്കാർക്കും പറയുക സാധ്യമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ നാം കാണുകയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നാം ഏവരും അത്തരമൊരു ദിവസം വരുന്നതിന് മുമ്പ് തന്നെ, അതേപോലെ തന്നെ മറ്റു അടയാളങ്ങളെല്ലാം വരുന്നതിന് മുമ്പ് തന്നെ, ബാദിറൂ ബിൽ അമാലി സിത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് ദജ്ജാൽ അടക്കമുള്ള ഉപദ്രവങ്ങളെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അമലു സ്വാലിഹാത്തുകളിൽ മുന്നേറുക. പരിശുദ്ധ റമളാൻ മാസത്തിലാണ് നാം ഉള്ളത്. സൽക്കർമ്മങ്ങളിൽ മുന്നേറുക, തൗബ ചെയ്തു മടങ്ങുക. തൗബയുടെ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു രക്ഷയും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ഗംഭീരമായൊരടയാളം അത് വരാനിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. ലോകത്തിന് മുഴുവൻ ആളുകൾക്കും നാം മുന്നറിയിപ്പ് നൽകുക. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. സൂര്യനെ കിഴക്ക് നിന്ന് കൃത്യമായി ഉദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടാവായ പരമകാരുണ്യകനായ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും അവൻ സൂര്യനെ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കുവാനും കഴിവുള്ളവനാണ്. കിഴക്ക് നിന്ന് ഉദിപ്പിച്ച ആ റബ്ബ് സൂര്യനെ പടിഞ്ഞാറ് നിന്നും ഉദിപ്പിക്കുവാൻ കരുത്തുള്ളവനാണ് എന്ന് നാം മനസ്സിലാക്കുക. പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ വലിയ അടയാളത്തിൽ
നാം വിശ്വസിക്കുകയും ചെയ്യുക. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച അന്ത്യസമയത്തിൻ്റെ അടയാളങ്ങളിൽ 8ാമതായി പറയപ്പെട്ടിട്ടുള്ള വളരെ വലിയ ഒരു അടയാളം.